ഈ വനമേഖലയാണ്. ആന രാത്രി വീണ്ടും ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങാനുള്ള ആ സാധ്യത നിലനിൽക്കുകയാണ്. ആനയെ വെടിവെക്കാൻ അത് നടക്കില്ല സാറേ, അത് നടക്കില്ല. നടക്കുന്ന ഒരാളെ കൊണ്ട് നാളെ രാവിലെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ കൊണ്ടോ താമസിക്കുന്ന സാറാണ്. സാർ ഉത്തരവാദിത്തം പറയണം. ഇത് കാണാൻ വയ്യ, ഇത് കാണാൻ ഇത്രയും വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ. നിങ്ങളും ഇന്ന് ഇവിടെ കിടന്നോ? നിങ്ങൾക്ക് അത്രയും സുരക്ഷിതമാണ് ഇവിടെ കിടക്കാൻ. ഈ വീട്ടുകാർക്ക് കിടക്കാൻ കിടക്കാം. നിങ്ങളും കിടക്കും. ഉത്തരവാദിത്തത്തോടു കൂടി ആ പിള്ളേരെ കളിച്ച് കണ്ടിട്ടാ വേണ്ട. ഇത് കഴിക്കാൻ വയ്യ സാറേ. നിങ്ങളെ ആരും ഒരു ഉപദ്രവം വേണ്ട. ഇത് വയ്യ, ഇത് വയ്യ, ഇത് വയ്യ, ഇത് വയ്യ. ഞാൻ മരിച്ച വീട്ടിൽ നിന്നാ വരുന്നത്. സാറേ നിങ്ങളെ ആരും ഉപദ്രവിക്കാൻ വന്നല്ല. മരിച്ച വീട്ടിലാണ് ഇത്. ഇനി പിള്ളേരെ കളിച്ച് കഴിയാൻ വയ്യ. നാളെ ഞാൻ മാറാ. അത് വേണ്ട, അത് വേണ്ട. ഞാൻ നിങ്ങൾ പറഞ്ഞ് കേൾക്കാം. ഇല്ല ഇല്ല, അവരോട് എന്താ പറയുന്നത്? അത് തന്നെ. ഞാൻ മറ്റേ പിള്ളേരെ കളിച്ച് കാണാൻ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. പറയാനല്ലോ. ആനനെ പിടിച്ച് തീരുമാനമാക്കിട്ട് വന്നാൽ മതി. ഇനി ഈ മക്കളെ കറച്ച് കാണാൻ ഞങ്ങൾക്ക് വയ്യ. ഇനി മക്കളെ കറച്ച് കാണാൻ ഞങ്ങൾക്ക് വയ്യ. ഇത് വേറൊരു വിഷയമല്ല. ആരും ഉപദ്രവിക്കാൻ വന്നല്ല. ഞങ്ങൾക്ക് പോലീസുകാരോട് ബഹുമാനം, പോലീസുകാരോട് ബഹുമാനം, ഫോറസ്റ്റുകാരോട് ബഹുമാനം. പക്ഷെ ഞങ്ങൾക്ക് ഇത് കാണാൻ വയ്യ. ഞങ്ങൾക്ക് സാറ് എല്ലാ ബഹുമാനത്തോടെ പറയും. ഞങ്ങൾക്ക് ഇത് കാണാൻ വയ്യ. ഞാനാ മരിച്ച വീട്ടിൽ നിന്നാ വരുന്നത്. ഞാനാ മരിച്ച വീട്ടിൽ നിന്നാ വരുന്നത്. ആ പിള്ളേരെ കരച്ചിൽ കണ്ടിട്ടാ വരുന്നത്. ആ പിള്ളേരെ കരച്ചിൽ കണ്ടിട്ടാ വയ്യ. വയ്യ, ഞങ്ങൾക്കിത് കാണാൻ വയ്യ. ഞങ്ങൾക്കിത് കാണാൻ വയ്യ. നിങ്ങളാണ് വേണേലും വിട്ടു. ഞങ്ങളെ കൊന്നിട്ട് കൊണ്ടായിക്കോ. ഇവിടെ കുറച്ച് ആദിവാസികളുണ്ട്, കുറച്ച് കുടിയേറ്റ ജനതകളുണ്ട്. നിങ്ങളെ കൊന്നു, നമുക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ കൊല്ലേ. നിങ്ങൾക്ക് ഇതിന് നല്ലത് കൊല്ല. ഞങ്ങൾക്ക് വയ്യ. ഞാൻ ആ മരിച്ച വീട്ടിൽ നിന്നാ വരുന്നേ. സവാര കഴിഞ്ഞിട്ട് വരുന്നേ. ആ പിള്ളേരെ കരച്ചില്, ഇനി ഈ പിള്ളേരെ കരച്ചിൽ കാണാൻ ഞങ്ങൾക്ക് വയ്യ. പിന്നെ ആ മനീഷ് ഉണ്ടല്ലോ, അവനടുത്ത ഇപ്പൊ പോലീസ് പണി കിട്ടില്ല. അവൻ എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട. ഞാൻ ഒഴിവാക്കാൻ നോക്കി. ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ പറയുന്നത്. എനിക്ക് വേണ്ടിയിട്ടല്ല. നാളെ എനിക്ക് ഈ അനുഭവം വരാം. എനിക്ക് ഇന്നത്തെ അനുഭവം വരാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെന്നെ കൂട്ടിക്കൊണ്ടാൻ വിടുന്നൊക്കെയാണ്. ഞാൻ ആ അജീന്റെ വീട്ടിൽ നിന്നാ വരുന്നത്. അവനെന്റെ സഹോദരനെ പോലെ കണ്ടതാണ്.
അവന്റെ പിള്ളേരെ കരച്ചില്, അവരുടെ പിള്ളേരെ കരച്ചില്. നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടോ? നിങ്ങൾ മനുഷ്യരാണോ? ആ ആനയെ ഇവിടെ കൊണ്ടിട്ടു. ഇവിടെ കുറച്ച് ആദിവാസികളുണ്ട്. അനീഷ്, ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? മധ്യസ്ഥതല ചർച്ചകൾ നടക്കുന്നുണ്ടോ? നാട്ടുകാർ അവരുടെ ഉദ്ദേശത്തിൽ നിന്ന് ഇനി മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണോ? എന്താണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്? പ്രതീക്ഷിക്കപ്പെട്ട ഒരു ജനരോഷത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ. ഓപ്പറേഷൻ ബേലൂർ മഖ്ന ദൗത്യം ഇന്നില്ല, ദൗത്യം ഇന്ന് നടപ്പാക്കാനാകില്ല എന്ന് വ്യക്തമാക്കി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തോൽപ്പെട്ടി മേഖലയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് നാട്ടുകാർ വലിയ രോഷത്തോടുകൂടി വാഹനങ്ങൾ തടയുകയുണ്ടായത്. ഒരു കാരണവശാലും ആനയെ പിടികൂടാതെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരിൽ പലരും വളരെ വൈകാരികമായാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആന കൊലപ്പെടുത്തിയ അജീഷിന്റെ മൃതദേഹം അല്ലെങ്കിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം എത്തുന്നവരാണ് തങ്ങൾ. ഒരു തരത്തിലും ഇവിടെ നിന്ന് വനംവകുപ്പിനെ പോകാൻ അനുവദിക്കുകയില്ല, എന്തായാലും ആനയെ പിടികൂടുക തന്നെ വേണം എന്നാണ് പറയുന്നത്. ഇന്ന് അല്പസമയം മുമ്പ് ആനയെ വീണ്ടും ആന നിരീക്ഷണ വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നുവെങ്കിലും ആനയെ വീണ്ടും വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. ഒപ്പം അതിനുശേഷം ഈ നിരീക്ഷണ വലയത്തിൽ തുടരുന്ന ആനയാണെങ്കിൽ പോലും മയക്കുപിടി വെക്കാൻ ഉള്ള ഒരു സമയമില്ല. ഒപ്പം കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആനയെ പുറത്തെത്തിക്കണം, റോഡിലെത്തിക്കണം. അങ്ങനെ വേണം ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റാൻ, മുത്തങ്ങയിലേക്ക് മാറ്റാൻ എന്നൊരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്.